ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെയിൽവേ ട്രാക്ക് എന്ന് സങ്കല്പിക്കുക. നമ്മൾ ഈ ഒരു ട്രാക്കിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കണ്ടില്ല, ദൂരേക്ക് പോകുമ്പോൾ ഈ ട്രാക്കിന്റെ രണ്ട് ഭാഗങ്ങളും ഒരു പോയിന്റിലേക്ക് ടച്ച് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലേ? അതിനെയാണ് വാനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ച ഐ ലെവൽ. ഓക്കെ, ഐ ലെവൽ എപ്പോഴും ഹൊറൈസൺ ലൈൻ ആണെന്ന് നമ്മൾ പഠിച്ചു. ഈ ഒരു റെയിൽവേ ട്രാക്കിന്റെ രണ്ട് വശങ്ങളാണിത്. ഓക്കെ, നോക്കുക, കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളിപ്പോ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. ഇവിടെയാണ് നമ്മളുടെ സ്പേസ്. ഇവിടെ അകന്നാണ് റെയിൽവേ ട്രാക്ക് ഇരിക്കുന്നത് ഇല്ലേ? അകന്നാണ് കാണുന്നത്. എന്നാലും നമ്മൾ ദൂരേക്ക് നടന്നു പോവാന്ന് വിചാരിച്ചോ. അപ്പൊ ഈ ട്രാക്കിന്റെ വീതി കുറഞ്ഞ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഒരു പോയിന്റിലേക്ക് പോയി ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റ് ആണ് വാനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ ഒരു വാനിഷിംഗ് പോയിന്റ് ഒരു സങ്കല്പമാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഐ ലെവലിലായിരിക്കും വാനിഷിംഗ് പോയിന്റ് കാണാനായിട്ട് കഴിയുന്നത്. അതേപോലെ തന്നെ ഒരു ചിത്രത്തിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വാനിഷിംഗ് പോയിന്റ് ഉണ്ടായേക്കാം.